ഹലോ, ഇത് നമ്മുടെ ട്രാവൽ വ്ലോഗാണ്. നമ്മുടെ വണ്ടിയിലെ ലഗേജും പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാനും പറ്റാത്ത കാരണം പാപ്പനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ പാപ്പൻ്റെ ട്രക്കറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയും അച്ഛമ്മയും പിന്നെ പാപ്പൻ്റെ ചെറിയ ആളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനൊരു യാത്ര ഒട്ടുമിക്ക എല്ലാവരുടെയും സ്വപ്നമായിരിക്കൂലേ, അതുപോലെ നമ്മുടെയും ഒരു സ്വപ്നമായിരുന്നു. അവിടെ എത്തിയിട്ട് കയറുന്നതിന് മുമ്പ് ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാഗൊന്നും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാഗൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് പാപ്പനും അച്ഛനും കൂടെ. ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. അച്ഛമ്മയും അമ്മയും മാറി മാറി പറയുന്നുണ്ട് വിശക്കും എന്തേലും കഴിച്ചോന്ന്. പക്ഷെ എനിക്കൊന്നും വേണ്ട, ഞാനൊരു ലൈമും കട്ട്ലേറ്റും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ അങ്ങോട്ടേക്ക് കയറാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നതിന്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ട്, കാരണം ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ അച്ഛൻ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. ചെറുതായിട്ട് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം 2 ആഴ്ചയ്ക്ക് കൂടുതൽ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. കിച്ചു ആണെങ്കിൽ ഒട്ടും മാറി നിന്നിട്ടില്ല. ഞാൻ ഹോസ്റ്റലിലെങ്കിലും നിന്നിട്ടുണ്ട് പറയാം. അച്ഛനായാലും അമ്മയ്ക്കായാലും സങ്കടമുണ്ട്, കാരണം പിള്ളേർ പോയ വീട് ഉറങ്ങിയ പോലാവില്ല. അപ്പോൾ ഇത് അവരോടൊക്കെ ബായ് പറഞ്ഞിട്ട് നേരെ വരികയാണ്. ഞായിരുന്ന സമയത്ത് ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു. വെലിസിനെ ഇന്നമ്മനെയും അവിടെ വരെ ആക്കി ഞങ്ങൾ തിരിച്ചു പോവാറാണ്. അന്നൊക്കെ ഇതിലൂടെ നോക്കിയിട്ടുണ്ട് എന്താ അവിടെ നടക്കുന്നത് അറിയാൻ. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം അച്ഛനോടും അമ്മനോടും പോയി പറഞ്ഞേക്കാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വഴി വ്ളോഗേഴ്സിന്റെ വ്ളോഗൊക്കെ കണ്ടിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്താ ഉള്ളിൽ നടക്കുന്നത്, എങ്ങനെയാ പ്ലെയിനിൽ കയറുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് വലിയച്ഛനും പിള്ളേരൊക്കെ ഞങ്ങളുടെ അതേ ഏജ് ആണല്ലോ. സോ അവരൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയാൻ നല്ല രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് അത് നടക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. സോ ഫൈനലി ഇതാ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയേക്കാണ്. ഈ സമയത്തൊക്കെ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല. കാരണം സ്വപ്നം കണ്ടത് ഇത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനോടൊക്കെ ശരിക്കും വെല്ലിച്ചനോടാണ് താങ്ക് യു പറയണത്. താങ്ക് യു പറഞ്ഞാൽ മതിയാവില്ല, അത്രയ്ക്ക് എന്താ പറയേണ്ടെന്ന് പോലും അറിയില്ല. കാരണം ഈ ഒരു യാത്രയുടെ A to Z കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നത് ഇന്നമ്മയും വെല്ലിച്ചനാട്ടോ. കുഞ്ഞിലേ മുതൽ വെല്ലിച്ചൻ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. സ്വന്തം മക്കളെ പോലെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടാണെങ്കിലും അതുപോലെ തന്നെയാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വെല്ലിച്ചനെ കിട്ടണമെങ്കിൽ തന്നെ വേണം ഒരു ഭാഗ്യം. അത് ഞങ്ങളോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുമുണ്ട്. ഇന്നും ഈ സ്നേഹം ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിക്ക് വിശപ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ച് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിരിക്കുകയാണ്. പിന്നെ ജ്യൂസും ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു, കിച്ചു ചായ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു. അയ്യോ ഒട്ടും കൊള്ളില്ലായിരുന്നു. ജ്യൂസ് എടുത്തത് നന്നായി തോന്നി. പിന്നെ ഇതാ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല ഹാപ്പി എന്ന് പറഞ്ഞാൽ ആർക്കും ഹാപ്പിയാണ്. കാരണം കുഞ്ഞിലേ ഞങ്ങൾ അവർ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് നടക്കുമ്പോൾ അതിപ്പോൾ ഇങ്ങനെ ഹാപ്പി എന്ന് പറയാൻ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ പതെന്ന്. കാരണം അങ്ങനെയാണ്. പിന്നെ ഇവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇവരെ കുറച്ച് നേരം ഞങ്ങൾ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ലൈഫ് ലോങ് ഞങ്ങൾ ഇതൊന്നും മറക്കത്തില്ല. സോ ഒന്നുകൂടെ വെല്ലിച്ചനോടും ഇന്നമ്മനോടും താങ്ക് യു പറയാണ്. അപ്പോൾ ഓക്കെ, ബൈ.